വിനയന്റെ സംവിധാനത്തിൽ 2005 റിലീസിനെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് അത്ഭുതദ്വീപ്. ഗിന്നസ് പക്രു, പൃഥ്വിരാജ് തുടങ്ങിയവർ നായകന്മാരായിട്ടെത്തിയ ചിത്രത്തിൽ പൊക്കം കുറഞ്ഞ നിരവധി പുതുമുഖങ്ങളായിരുന്നു അഭിനയിച്ചത്. സിനിമയിലൂടെ ശ്രദ്ധേയനായ സാജൻ സാഗരയുടെ 16 വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിശീലനത്തിനിടയിൽ ബെഞ്ചിൽ നിന്ന് താഴെ വീണ് മരിച്ച സാജൻ സാഗറിനെ മലയാളികൾ ആരും മറക്കാനിടയില്ല. താൻ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സാജനെക്കുറിച്ചും അത്ഭുതദ്വീപിനെക്കുറിച്ചും വിനയൻ എന്ന സംവിധായകൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലിയ കൊച്ചു മനുഷ്യരെ സ്മരിക്കുമ്പോൾ അത്ഭുതദ്വീപ് എന്ന സിനിമയിൽ കൊട്ടാരം ചമയക്കാരനായി ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്ത സാജൻ സാഗര അന്തരിച്ചിട്ട് 16 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2005 സെപ്റ്റംബർ 19-നാണ് 29-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യനായ സാജൻ വിട പറഞ്ഞത്. 2005 ഏപ്രിൽ 1-ന് അത്ഭുതദ്വീപ് റിലീസ് ചെയ്തതോടെ ആരും ശ്രദ്ധിക്കാതെ അവഗണിച്ചു പോന്നിരുന്ന ഒരു ചെറിയ വിഭാഗം മനുഷ്യർ പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ സെലിബ്രിറ്റികളും താരങ്ങളുമായി മാറുകയായിരുന്നു. ആ ചിത്രത്തോടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഇന്നത്തെ നമ്മുടെ ഗിന്നസ് പക്രു മാത്രമല്ല, ഒട്ടേറെ കുഞ്ഞു മനുഷ്യർ ചാനൽ പ്രോഗ്രാമുകളിലും മിമിക്രികളിലും ഒക്കെ പങ്കെടുത്ത് പണം സമ്പാദിക്കുകയും തങ്ങളും മറ്റു സിനിമാ നടന്മാരെയോ കലാകാരന്മാരെയോ പോലെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ആളുകളാണെന്ന ആത്മവിശ്വാസത്തിലേക്ക് എത്തുകയും ചെയ്തു. അവർക്ക് കിട്ടിയ ആ പോസിറ്റീവ് എനർജിയും സന്തോഷവുമാണ് തന്നെ സംതൃപ്തനാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത്ഭുതദ്വീപിന്റെ ചിത്രീകരണ സമയത്ത് ആ സിനിമയിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ സാജൻ സാഗര തന്റെ മനോഹരമായി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഞങ്ങളൊക്കെ ദൈവത്തിന്റെ ഒരു തമാശയല്ലേ സർ, പക്ഷേ ദൈവം ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ പൊക്കം എനിക്കും എന്റെ പൊക്കം പൃഥ്വിരാജിനും വന്നേനെ. ഇത് പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിച്ച സാജന്റെ വാക്കുകളിൽ പൊക്കം കുറഞ്ഞതിന്റെ വേദന നിഴലിക്കുന്നത് ഞാൻ കണ്ടു. അംഗവൈകല്യം ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു ജീവിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് ചിന്തിപ്പിക്കാൻ ഉതകുന്ന വാക്കുകൾ തന്നെയായിരുന്നു അത്. അത്ഭുതദ്വീപ് ഇറങ്ങിയ ശേഷം സാജന് ധാരാളം സ്റ്റേജ് പ്രോഗ്രാമുകൾ കിട്ടി. വലിയ തിരക്കായി. ഒരു പരിപാടിയുടെ റിഹേഴ്സൽ നടക്കുമ്പോൾ ബെഞ്ചിൽ നിന്നും താഴെ വീണ ആ വലിയ കലാകാരനായ കുഞ്ഞു മനുഷ്യന്റെ ജീവിതം അവിടെ തീരുകയായിരുന്നു. ഗിന്നസ് പക്രുവും സാജൻ സാഗരയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. തന്നെക്കാളും പൊക്കം കുറവായിരുന്നു സാജൻ സാഗരയ്ക്ക്. തന്റെ കൂടെ ഒപ്പം അഭിനയിക്കുമ്പോൾ എന്നെയും കൂടി നോക്കിക്കോണേ എന്ന് ഗിന്നസ് പക്രുവിനോട് പറയുമായിരുന്നു എന്നും അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്.